കൊല്ലം പട്ടണത്തിൽ നിന്നും 17 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന പെരിനാട് ഗ്രാമം പൂർണ്ണമായും ഒരു കാർഷിക ഗ്രാമമല്ല. പല വ്യവസായങ്ങൾക്കുമൊപ്പം കൃഷിയും മുഖ്യ തൊഴിലായി ഗ്രാമീണർ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് മാത്രം. കാട് പടലും പിടിച്ച് തരിശുഭൂമിയായി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ പലയിടത്തും കരസ്ഥലങ്ങൾ കാണാം. മനോഹരിയായ അഷ്ടമുടി കായലിന്റെ ഓളപ്പരപ്പുകളെ ആശ്ലേഷിച്ച് കിടക്കുന്ന കരഭാഗങ്ങളിൽ പലതിലും പച്ചക്കറി കൃഷി ചെയ്തിട്ടുണ്ടെങ്കിലും ശുദ്ധജല ദൗർലഭ്യം നിമിത്തം അവ വേണ്ടത്ര വളർച്ച പ്രാപിക്കുന്നില്ല. മുളക്, വെണ്ട, പാവൽ തുടങ്ങിയ ചെടികൾ കായൽക്കാറ്റിന് തഴുകി തല ഉയർത്തി നിൽക്കുന്നത് കാണാം. കായൽ ജലത്തിലെ ഉപ്പിന്റെ അംശം കൃഷിക്കും മറ്റിതര വീട്ടാവശ്യങ്ങൾക്കും ഉപയുക്തമല്ലാത്തതിനാൽ സ്ത്രീകൾ അടുത്തുള്ള ഊറ്റുകളും ഉറവകളും തേടി നടന്നാണ് ജലസേചനം നടത്തുന്നത്. സ്വയം കൃഷിയുടെയും അധ്വാനത്തിന്റെയും നിദാനമാണ് ഈ വനിതാ കർഷകർ. മനോഹരമായ അഷ്ടമുടി കായലിൽ ധാരാളമായ വെള്ളമുണ്ടെങ്കിലും ആ വെള്ളം നമുക്ക് കൃഷിക്ക് ഉപയോഗമല്ല. അത് ഉപ്പുരസം കൂടിയ വെള്ളമായതാണ് അത് കാരണം. എന്നാൽ ഒരു 10 മീറ്റർ ഉള്ളിൽ തന്നെ നമുക്കിവിടെ ഒരു ജലസ്രോതസ്സുണ്ട്. അതിലെ വെള്ളമെടുത്തിട്ടാണ് ഇവിടുത്തെ കർഷകർ ഈ കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്നത്. വരുന്ന വർഷം ഈ ജലസ്രോതസ് വിപുലപ്പെടുത്താനും ഇവിടുത്തെ കൃഷി വിപുലപ്പെടുത്തണമെന്നാണ് നമ്മുടെ ഐക്യകണ്ഠേനയുള്ള തീരുമാനം. വിഷലിപ്തമായ പച്ചക്കറി വസ്തുക്കളും അമിതവിലയും ഗ്രാമീണരുടെ ആരോഗ്യ പ്രശ്നങ്ങളും കണക്കിലെടുത്തുകൊണ്ട് പെരിനാടിനെ ഒരു ജൈവ പച്ചക്കറി ഗ്രാമമാക്കി ഉയർത്തുന്നതിന് കൃഷിഭവനും പഞ്ചായത്തും ദൃഢനിശ്ചയത്തോടെ കൈകോർത്ത് മുന്നോട്ട് വെച്ച തരിശു കൃഷി എന്ന ആശയത്തോടൊപ്പം കുടുംബശ്രീയെയും തൊഴിലുറപ്പുകാരെയും കൂട്ടിയിണക്കിയപ്പോൾ ഉപേക്ഷിക്കപ്പെട്ട 50 ഏക്കർ തരിശു സ്ഥലങ്ങളിൽ പരീക്ഷിക്കപ്പെട്ട ജൈവ പച്ചക്കറി കൃഷി പൂർണ്ണമായും വിജയിച്ചിരിക്കുന്നു. എഴുപത് ഏക്കർ തരിശു സ്ഥലം കൃഷിയോഗ്യമാക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ പദ്ധതി 50 ഏക്കർ സ്ഥലത്ത് വിജയിപ്പിക്കാൻ കഴിഞ്ഞത് ഗ്രാമീണരുടെ കഠിനാധ്വാനവും ഒത്തൊരുമയും കൃഷിയോടുള്ള താൽപര്യവും കൊണ്ടാണ്. തരിശുഭൂമിയുടെ ഉടമസ്ഥരെ യഥാക്രമം കണ്ടുപിടിച്ച് അതാത് സ്ഥലങ്ങളിലെ കുടുംബശ്രീക്കാർക്ക് പാട്ടക്കരാർ നൽകുകയും കൃഷി ഓഫീസറുടെ മേൽനോട്ടത്തിൽ ധാരണാപത്രം കൈമാറ്റം നടത്തുകയും ചെയ്യുന്നു. തരിശു വസ്തുക്കളാകട്ടെ 40ഓളം പ്ലോട്ടുകളായി തിരിച്ച് പുത്തൻ പേരുകളോടുകൂടി തൊഴിലുറപ്പുകാർക്ക് ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി വിട്ടുകൊടുക്കുന്നതിനാൽ തൈ നടുന്നതുവരെയുള്ള കാര്യങ്ങൾ അവർ ഭംഗിയായി നിർവഹിക്കുന്നു. ഇതുമൂലം തൊഴിലുറപ്പുകാർക്ക് ദിനവും തൊഴിലും കൃഷി അറിവും പ്രവർത്തന അനുഭവവും ലഭിക്കുന്നു. തൈ നടീൽ മുതൽ വിളവെടുപ്പ് വരെയുള്ള കാര്യങ്ങൾ കുടുംബശ്രീ കർഷകർ നേരിട്ട് ചെയ്യുന്നതുകൊണ്ട്
കൃഷിപരിപാലനം കൃത്യമായി നടക്കുന്നു. ആവശ്യമുള്ള വിത്തും തൈകളും വളവും കൃഷിഭവൻ സൗജന്യമായി നൽകുന്നു. കൃഷി ഓഫീസർ ശ്രീ ബൈജു പെരിനാട് ജൈവ പച്ചക്കറി കൃഷിയിൽ അതീവ ജാഗ്രത പുലർത്തുന്നതോടൊപ്പം ദിനവും കൃഷിസ്ഥലങ്ങൾ സന്ദർശിക്കുകയും ചെടികളുടെ കീടങ്ങളെയും രോഗങ്ങളെയും കുറിച്ച് കർഷകർക്ക് വേണ്ട അറിവും ഉപദേശവും അതോടൊപ്പം നിർദ്ദേശങ്ങളും നൽകി വരുന്നു. കുടുംബശ്രീ പ്രവർത്തകയായ ശ്രീമതി തങ്കമണിയമ്മയുടെ ആത്മാർത്ഥ പ്രവർത്തനം കുടുംബശ്രീ കർഷകരെ മുന്നിലെത്തിക്കുന്നതിന് ഏറെ പ്രയോജനം ചെയ്തിരുന്നു. പേരുള്ള കുടുംബശ്രീയിൽ നിന്നൊരു 10 പേര് കൃഷി ചെയ്യാൻ സന്നദ്ധരായി വന്നു. അടുത്തുള്ള ഒരാളിന്റെ കാട് പിടിച്ചു കിടന്ന ഒരു പുരയിടം ഞങ്ങൾ പാട്ടത്തിനെടുക്കുകയും 10 പേര് ചേർന്നത് വൃത്തിയാക്കി കൃഷി ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്യും. ഞങ്ങളെ സഹായിക്കാൻ 2-3 ആണുങ്ങളുണ്ടായിരുന്നു. അവരിപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ട്. അവർ ഞങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള സഹായങ്ങളും ചെയ്തു തരും. ഞങ്ങൾ അങ്ങനെ പച്ചക്കറി കൃഷി തുടങ്ങി. പാവല്, വെണ്ട, പയറ്, വെള്ളരി, തക്കാളി, ഇമാതിരി എല്ലാ കൃഷികളും ഉണ്ടായിരുന്നു. വലിയ ദോഷമൊന്നും സംഭവിച്ചില്ല, വലിയ ഗുണമൊന്നും ഉണ്ടായില്ലെങ്കിലും. പിന്നീട് ഇനി അടുത്ത കൃഷി ഇറക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇപ്പോഴത്തെ ഈ കൃഷിയിൽ പിടിക്കുന്ന സാധനങ്ങൾ തീർന്ന ഉടനെ ഞങ്ങൾ അടുത്ത കൃഷി ഇറക്കും. സാമ്പത്തിക ലാഭമൊന്നും അല്ല ഇതിനകത്ത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വീട്ടിൽ ചുമ്മാതെ കുത്തിയിരിക്കുന്ന 10 പേര് രാവിലെ 6 മണിക്ക് ഇവിടെ വരും, 9:30 കഴിഞ്ഞ് അവർ ഇവിടുന്ന് പോകും. അതുപോലല്ല വൈകിട്ട് 4:30 വരിക, കളകളൊക്കെ ഉണ്ടെങ്കിൽ പറിക്കുക, 5:30 മുതൽ വെള്ളം ഒഴിക്കുക, 7 മണിയാകുമ്പം തിരിച്ച് വീട്ടിൽ പോവുക. യാതൊരു വിധമായ ബുദ്ധിമുട്ടുകളും മനസ്സിന് ആ സമയത്ത് ഉണ്ടാകത്തില്ല. അപ്പൊ ഇതൊരു പ്രചോദനമാണ് ഞങ്ങൾക്ക്. ഇത് കഴിഞ്ഞ ഉടൻ ഞങ്ങൾ ഇച്ചിരി കൂടി ശകലം കൂടെ വിപുലീകരിച്ച് ഈ കൃഷി നടത്താൻ തയ്യാറാണ് ചെയ്തിരിക്കുന്നത്. ഈ പദ്ധതിയിൽ വിത്തും നടീൽ വസ്തുക്കളും കൃഷിഭവൻ മുഖേന നമുക്ക് കർഷകർക്ക് സൗജന്യമായി നൽകാൻ കഴിഞ്ഞു. സാങ്കേതിക പരിശീലനങ്ങളും ക്ലാസുകളും ഫീൽഡ് വിസിറ്റുകളും കൃഷിഭവനിലെ ഉദ്യോഗസ്ഥർ കൃഷിത്തോട്ടത്തിലെത്തി നേരിട്ട് നൽകി. ഇതുകൂടാതെ ഒരു പഞ്ചായത്ത് തല മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടാക്കി. കുടുംബശ്രീ പ്രവർത്തകർ, തൊഴിലുറപ്പിൻ്റെ പ്രവർത്തകർ, വാർഡ് മെമ്പർമാർ, കൃഷിഭവൻ ഉദ്യോഗസ്ഥർ, അങ്ങനെ എല്ലാ മേഖലയിലെ കർഷകർ എല്ലാവരെയും ചേർന്നുകൊണ്ട് ഒരു വാർഡ് തല മോണിറ്ററിംഗ് സമിതിയും പഞ്ചായത്ത് തല മോണിറ്ററിംഗ് സമിതിയും ഉണ്ടായി. കൃത്യമായും മാസത്തിൽ ഈ പഞ്ചായത്ത് തല മോണിറ്ററിംഗ് കമ്മിറ്റികൾ കൂടുകയും കുടുംബശ്രീ മീറ്റിങ്ങുകൾ കൂടുകയും ഈ പദ്ധതിയുടെ വിലയിരുത്തലുകൾ എല്ലാ ഘട്ടത്തിലും നമ്മൾ നടത്തുകയുണ്ടായി. വിത്തും തൈകളും കൊടുത്തതിന് ശേഷം നടുന്നത് വരെയുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടിയാണ് നടത്തിയത്. അതായത് തൈ നടുന്നത് വരെയുള്ള നിലമൊരുക്കൽ, തൈനടിയിൽ തുടങ്ങിയ എല്ലാ ജോലികൾക്കും തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും അതാത് കർഷകർക്ക് അതിൻ്റെ സാമ്പത്തിക സഹായം കിട്ടുകയുണ്ടായി. അതിനുശേഷം കുടുംബശ്രീ പ്രവർത്തകരാണ് കൃഷി ഏറ്റെടുത്തത്. ജൈവവളങ്ങളും ജൈവ കീടനാശിനികളും സ്വന്തമായി ഉണ്ടാക്കുകയും കാർഷിക സർവകലാശാലയിൽ നിന്ന് വാങ്ങുകയും കൂട്ടത്തോടെ കുടുംബശ്രീയുടെ ADS മുഖേന കൂട്ടായ രീതിയിൽ വാങ്ങുകയും അതിൻ്റെ സബ്സിഡി നിരക്കുകൾ പഞ്ചായത്തിൽ നിന്ന് നൽകുകയും ചെയ്യുകയുണ്ടായി. രോഗങ്ങളും കീടങ്ങളും വന്നപ്പോൾ പരമാവധി രാസകീടനാശിനികളെ പൂർണ്ണമായും ഉപയോഗിക്കാതെ പരമാവധി ജൈവ കീടനാശിനികളുടെ പ്രയോഗമാണ് നമ്മളിവിടെ നടത്തിയത്. ആരോഗ്യകരമായ ഭക്ഷണം, ആരോഗ്യകരമായ ജീവിതം ഉണ്ടെങ്കിൽ മാത്രമേ ആരോഗ്യകരമായ ഒരു സമൂഹം നമുക്ക് വാർത്തെടുക്കാൻ പറ്റൂ എന്നുള്ള ഒരു ധാരണയിൽ വളരെ വിജയകരമായി നമുക്ക് ഈ പദ്ധതി ഇവിടെ വിജയിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതിന്റെ വിളവെടുപ്പ് പരിപാടികളാണ് നമ്മളിപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കായികാധ്വാനത്തിനും ശരിയായ കൃഷി ശുശ്രൂഷകൾക്കും ശേഷം
ബീന അപ്പോളോയുടെ ജൈവ പച്ചക്കറി പ്ലോട്ട് വിളവെടുപ്പിന് തയ്യാറായി കഴിഞ്ഞു. വഴുതനങ്ങ, ചീര, വെണ്ടയ്ക്ക, തക്കാളി, പയർ, പാവൽ, മുളക് തുടങ്ങിയ പച്ചക്കറി ചെടികൾ ജൈവരൂപത്തിൽ വിളഞ്ഞു നിൽക്കുന്നത് കർഷകരുടെ സംതൃപ്തിയുടെയും പ്രചോദനത്തിന്റെയും അടയാളമായി അവശേഷിക്കുന്നു. വിളവെടുക്കുന്ന പച്ചക്കറികൾ ജൈവമായതിനാൽ വിളവെടുപ്പ് സ്ഥലത്ത് വെച്ചു തന്നെ വിറ്റുപോകുന്നു. ശേഷിക്കുന്നവ അടുത്തുള്ള വിപണിയിലേക്കും പോകുന്നു. പെരിനാട് പഞ്ചായത്തിലെ 5-ാം വാർഡിലെ പാരഡൈസ് കുടുംബശ്രീയിലെ അംഗങ്ങളാണ് ഞങ്ങൾ 12 അംഗങ്ങളുണ്ട്. പിന്നെ ഞങ്ങളുടെ കൃഷി ഓഫീസർ വൈജു സാർ വന്ന് ഇവിടെ ചാർജ് എടുത്തു കഴിഞ്ഞാണ് ഞങ്ങൾക്ക് ഇങ്ങനൊരു സംരംഭം തുടങ്ങുന്നതിനെ പറ്റി പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ സാർ ചെയ്യാനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു തരികയും ഞങ്ങൾ ഇവിടെ ഈ 50 സെൻറ്റ് പുരയിടം കാട് പിടിച്ച് കിടന്നതാണ്. അപ്പോൾ അത് തൊഴിലുറപ്പുകാരെ കൊണ്ടാണ് സാധാരണ ഈ കൃഷി ചെയ്യാൻ വേണ്ടി ചെയ്തത്. പക്ഷേ നമ്മൾ തൊഴിലുറപ്പുകാർ ചെയ്താൽ അത് എത്രത്തോളം ഭംഗിയായിട്ട് പോകുമെന്ന് നമുക്കറിയത്തില്ലായിരുന്നു. അത് കാരണം എനിക്ക് ട്രാക്ടറിലൊക്കെ പരിശീലനം കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ട്രാക്ടർ വാടകയ്ക്ക് എടുത്തുകൊണ്ട് വന്ന് ഞങ്ങൾ ഈ 50 സെൻറ്റ് ഉഴുതാണ് കൃഷിക്ക് തുടങ്ങിയത്. പിന്നെ അത് നമുക്ക് എനിക്ക് ഡ്രൈവിംഗ് അറിയാവുന്നത് കൊണ്ട് വാടകയും ഇന്ധന ചെലവും മാത്രമേ നമുക്കുണ്ടായിരുന്നുള്ളൂ. എന്നാലും 1700 രൂപയോളം ആയി. അത് ചെയ്തു. പിന്നെ ഞങ്ങൾ അംഗങ്ങൾ തന്നെ ഇതെല്ലാം പണ കോരിയ ശേഷം ഞങ്ങൾ കുമ്മായം ഇട്ടു. പിന്നെ കുറച്ച് ഞങ്ങൾ കരിയില വാരിയിട്ട് ചുടിയൊക്കെ ചെയ്തു. അങ്ങനെ ചുട്ട് പിന്നെ ഞങ്ങൾക്ക് കൃഷിഭവനിൽ നിന്ന് സാറിൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾക്ക് തൈകൾ കൊണ്ട് തരികയും ഞങ്ങളത് പാകി കിളിപ്പിച്ച് പിന്നെ ചാണകം ഇറക്കി. ഞങ്ങൾ ഒരു ലോഡ് ചാണകത്തിന് 2000 രൂപയായിരുന്നു. ചാണകം ഇറക്കി. പിന്നെ ഇവിടെ ഈ അമ്മയുടെ വീടിൻ്റെ വസ്തു ആയതുകൊണ്ട് അവിടുന്ന് കിണറിൽ നിന്ന് ഞങ്ങൾക്ക് വെള്ളം കോരാനുള്ള സൗകര്യം വന്നു. അങ്ങനെ ഞങ്ങൾ രാവിലെയും വൈകിട്ടും വന്ന് വെള്ളം കോരുന്നുണ്ട്. നല്ല രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ കഷ്ടപ്പാടാണ്. കാരണം വെള്ളം കോരി ഇത്രയും നനയ്ക്കുകയൊക്കെ ചെയ്യണം. പിന്നെ രാസവളങ്ങളൊന്നും ചേർന്നില്ല. പച്ചച്ചാണകം മാത്രമാണ്. പച്ചച്ചാണകം കലക്കി ഒഴിക്കുന്നുണ്ട്. ചാണകപ്പൊടിയിട്ടാണ് ഞങ്ങൾ വിത്തുകളെല്ലാം പാവിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷനായും കൃഷി ഓഫീസർ കൺവീനറായും വാർഡ് മെമ്പർമാരും കൃഷി അസിസ്റ്റന്റും ഉൾപ്പെടെയുള്ള ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി തരിശു കൃഷിയെക്കുറിച്ചും കുടുംബശ്രീ പ്രവർത്തനങ്ങളെക്കുറിച്ചും സദാ ജാഗരൂകരാണ്. മേടവിഷുവിന് മുന്നോടിയായി ഗ്രാമപഞ്ചായത്ത് ഒരുക്കിയ വിഷുച്ചന്തയിൽ കുടുംബശ്രീക്കാർ വിളയിച്ചെടുത്ത എല്ലാ ജൈവ പച്ചക്കറികളും കണിശ്രീ എന്ന വിഷു കിറ്റും ധാരാളം വിറ്റഴിഞ്ഞു. പഞ്ചായത്തിലെ എല്ലാ കൃഷി പ്ലോട്ടുകളിലെയും കുടുംബശ്രീ കർഷകരും അവരുടെ ഉൽപ്പന്നങ്ങളും ജൈവ വിപണന കേന്ദ്രത്തിലെ വിഷുത്തിരക്കിൽ ആദായ വിൽപ്പന നടത്തുകയുണ്ടായി. കൃഷിവകുപ്പ് നൽകുന്ന ഉന്നത പരിശീലനത്തിന്റെ ഭാഗമായി ഗവേഷണാടിസ്ഥാനത്തിൽ ചെയ്തുവരുന്ന പടവലം കൃഷി ശ്രീ ഗ്രിഗോറിയസിന് വൻപിച്ച നേട്ടം ഉണ്ടാക്കിക്കൊടുത്തു. ഈ പ്ലോട്ടിൽ നമ്മൾ 50 സെൻറ്റിൽ പടവല കൃഷി അത് രണ്ടായിട്ടാണ് ചെയ്യുന്നത്. 25 സെൻറ്റിൽ നമ്മൾ ഫ്രൂട്ട് ഫ്ലൈ ട്രാപ്പും മറ്റൊരു കീടനിയന്ത്രണ മാർഗവും ഉപയോഗിച്ചുകൊണ്ട് പടവല കൃഷി എങ്ങനെ സംരക്ഷിക്കാമെന്നതും ഇത് ഉപയോഗിക്കാതെ നമ്മൾ പടവല കൃഷി ചെയ്താൽ എന്തുമാത്രം കർഷകന് നഷ്ടമുണ്ടാകുമെന്നുള്ള ഒരു പരീക്ഷണ തോട്ടമായിട്ടാണ് നമ്മൾ സജ്ജമാക്കിയിരിക്കുന്നത്. 25 സെൻറ്റിൽ
നമ്മൾ ഈ പ്ലോട്ട് നമ്മുടെ 25 സെൻറ്റാണ് ഈ പ്ലോട്ട് ഉള്ളത്. ഇത് ചെയ്യുന്നത് നമ്മുടെ ഗ്രിഗോറിയസ് എന്ന് പറയുന്ന കർഷകനാണ്. ഇത് നമ്മൾ നല്ല രീതിയിൽ തന്നെ ഇദ്ദേഹം ഈ പ്ലോട്ട് നമ്മൾ ഏകദേശം 200ഓളം മൂട് 25 സെൻറ്റിൽ നമ്മൾ പടവലത്തിൻ്റെ തൈ കൃത്യമായി മുളപ്പിച്ച് കൗമുദി എന്ന ഇനമാണ് നമ്മളിവിടെ ചെയ്തത്. അത് പരിപാലിച്ച് ഏകദേശം വിളവെടുപ്പിന് തുടങ്ങുന്ന സ്റ്റേജിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതിൻ്റെ ഒരു റിസൾട്ട് നമ്മൾ ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തീസിസ് സമർപ്പിക്കുകയും അതിൻ്റെ ഗുണം ആണെങ്കിൽ നമ്മൾ ബാക്കിയുള്ള എല്ലാ കർഷകർക്കും, ഇവിടെ പടവലം കൃഷി ചെയ്യുന്ന പെരുന്നാട്ടിലെ എല്ലാ കർഷകർക്കും നമ്മൾ ഈ വിദ്യ പകർന്നു കൊടുക്കുകയും ചെയ്യുകയാണ് ഇതിൻ്റെ ഉദ്ദേശം. ശ്രീ രാജപ്പൻ തന്റെ പച്ചക്കറി കൃഷി സ്ഥലത്തെ കൃത്യമായ പരിപാലനത്തിലൂടെ സംരക്ഷിച്ചു വരുന്നു. വാഴ, മുന്തിരി, മൈസൂർ ചീര, തണ്ണിമത്തൻ, ഷുഗർ ചീര തുടങ്ങി വൈവിധ്യമുള്ള അപൂർവ ഇനങ്ങൾ ജൈവ പച്ചക്കറി കൃഷിയിലൂടെ പരീക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഇവിടെ. പെരിനാട് പഞ്ചായത്ത് തരിച്ചു കിടക്കുന്ന ധാരാളം സ്ഥലങ്ങൾ കൃഷിയോഗ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ പദ്ധതി നടപ്പിലാക്കിയത്. ഇതിന് ഏതാണ്ട് നല്ലൊരു സഹകരണമാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും, കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും, കൃഷിഭവനിലെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും, ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ പരിപാടി ഇനി വരും വർഷങ്ങളിലും ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ തുടർന്നുകൊണ്ട് പോകുന്നതിനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതാണ്. ചില ഭാഗങ്ങളിൽ ജലത്തിൻ്റെ ദൗർലഭ്യം നമുക്ക് നേരിട്ട് ഇരുന്നുവെങ്കിലും അടുത്ത സീസണിൽ നമ്മളിതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഇതിനുള്ള പരിഹാരം കണ്ടെത്തിക്കൊണ്ട് നല്ല രീതിയിൽ കുറച്ചുകൂടെ വ്യാപകമായി കൃഷി ചെയ്യുന്നതിനുള്ള നടപടികൾ കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്നും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. കൈതക്കാടിയിലുള്ള ഹൈടെക് പച്ചക്കറി തൈകളുടെ വിപുലമായ ഒരു നഴ്സറി ശ്രീ സന്ദീപിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്നു. ഇവിടുത്തെ തൈകൾ പല ഭാഗത്തും ആവശ്യാനുസരണം എത്തിക്കുകയും തൈ ഉൽപാദനം ആദായകരമായ ഒരു തൊഴിലായി തെളിയിക്കുകയും ചെയ്യുന്നു. ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട തക്കാളി ലക്ഷ്മി, വെണ്ടയ്ക്ക അർക്കാനാമിക, മുളക് സിയാറ, വഴുതനങ്ങ സൺറൈസ് എന്നിവ തൈ പ്രായത്തിൽ തന്നെ പ്രോ ട്രേകളിലായി വിൽപ്പനയ്ക്ക് ഇവിടുത്തെ പോളി ഹൌസിൽ തയ്യാറാണ്. തരിശു കൃഷി എന്ന ആശയത്തിലൂടെ ജൈവ പച്ചക്കറി സമ്പൂർണ്ണതയും കുടുംബശ്രീ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ സ്ത്രീ ശാക്തീകരണവും തൊഴിലും തങ്ങളുടെ നേട്ടപ്പട്ടികയിൽ എഴുതി ചേർത്ത പെരിനാടിന്റെ കൃഷിപ്പെരുമ കാലത്തിന്റെ സാക്ഷിയായി ഭവിക്കട്ടെ. ശുഭാശംസകൾ.